അങ്ങനെ ഞാൻ ബാൻഡ്രയിൽ നിന്നും ബിസിനസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്ന് വീണ്ടും റെയിൽവേ സ്റ്റേഷൻ എത്തിയ സമയത്ത് അവിടെ ഒരു മനുഷ്യന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൊതുവെ മുംബൈയിലെ സ്ഥിരം കാഴ്ചയാണിത്. അവർ ഡ്രഗ്സ് അടിച്ചതാണോ അതല്ലെങ്കിൽ സുഖമില്ലാത്തതാണോ എന്നൊന്നും നമ്മൾ തിരിച്ചറിയാത്ത ഒരു സാഹചര്യത്തിലുള്ള ആളുകളെ നമുക്ക് എപ്പോഴും മുംബൈയിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും. ഞാൻ ട്രെയിനും കാത്ത് ഒരുപാട് നേരം ഇങ്ങനെ ബാൻഡ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടാണ് എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യാറ്. എൻ്റെ മുന്നിലൂടെ മറ്റൊരു ട്രാക്കിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ സമയമായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പിന്നീടാണ് എനിക്ക് എൻ്റെ അമളി മനസ്സിലായത്. ഞാൻ സത്യത്തിൽ ട്രാക്ക് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് പ്ലാറ്റ്ഫോം നമ്മളെപ്പോഴും ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോം 1, 2, 3 ഇങ്ങനെ ഓരോ ക്രമത്തിലായിരിക്കും. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം മാറിയതായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ ഒരു ബാൻഡ്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്ന് എൻ്റെ യഥാർത്ഥ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. അപ്പോഴേക്കും ഞാൻ ദാഹിച്ച് വലഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസും അതേസമയം ഒരു ലെമൺ ജ്യൂസും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ 10 രൂപ കൊടുത്ത് ഒരു ലെമൺ ജ്യൂസ് കുടിച്ചു. അങ്ങനെ 10 രൂപയുടെ ലെമൺ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. സമയം നോക്കിയപ്പോൾ 5:23. വീണ്ടും സമയം കടന്നുപോയി 5:30. ഓരോ ദിവസവും വലിയ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സിറ്റിയാണ് ബാൻഡ്ര. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാൻഡ്ര എന്ന് പറയുന്ന സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ബാൻഡ്ര എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മളെ ഹോളിവുഡിലെ വലിയ സെലിബ്രിറ്റീസൊക്കെ താമസിക്കുന്ന ഒരു സിറ്റിയാണ് ബാൻഡ്ര. പ്രത്യേകിച്ച് സൽമാൻ ഖാൻ, ഷാറുഖ് ഖാനൊക്കെ താമസിക്കുന്നത് ബാൻഡ്രയിലാണ്. ഈ ബാൻഡ്രയുടെ പ്രത്യേകത എന്താ വെച്ചാൽ വെരി എക്സ്പെൻസീവ് സിറ്റിയാണ് മുംബൈയിലെ. ഇവിടെ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മൾട്ടി മില്യനേഴ്സാണ് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുക. ഇത് ബാൻഡ്ര ആണെങ്കിലും ഈ ബാൻഡ്രയിലെ ചില ഇടങ്ങളിൽ നമുക്ക് ചേരി കാണാൻ പറ്റും. കണ്ടോ, കുട്ടികൾ അവിടെ കളിക്കുന്ന ഒരു ചേരി. ഇവിടെ റെയിൽവേ ട്രാക്കുകൾക്കിടയിലൊക്കെ ചേരികളുണ്ട്. ഈ ചേരികൾക്കിടയിലായിരിക്കും മിക്ക മനുഷ്യരും ജീവിക്കാറ്. ഈ ചേരിയിൽ പ്രദേശത്തുള്ള ആളുകൾ ഒന്നിച്ച് ചേരി പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇതുപോലെ ചില ഇടങ്ങളിൽ നമുക്ക് ഇങ്ങനെ റെയിൽവേയോട് ചേർന്ന് ചേരി പ്രദേശങ്ങളുണ്ടാവും. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ ഗവൺമെൻറ് ഏറ്റെടുത്ത് വളർത്തുന്ന ഒന്നാണ് ഇട്ടത്. അത് ഇന്ത്യയിൽ എവിടെ പോയാലും ഇത് കാണാൻ പറ്റും, ഈ പട്ടി ഷോ. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏകദേശം ഒരു 98 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വല്യമ്മ അതുവഴി അങ്ങനെ നടന്ന്